യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കള്ളം പറയുക, യു വിൽ ബാക്ക്. നീ തിരിച്ചു വരുന്ന എനിക്ക് ഐ ഹാവ് എ കോൺഫിഡൻസ്. ഇതാ രക്ഷയുടെ അഷുറൻസ് എന്ന് പറയുന്നത്. രക്ഷയുടെ അഷുറൻസ് ഒരു വചനം പറയുന്നതിലൊന്നുമില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ വചനം പറയുന്ന ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ, ഞാൻ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ ഒരു പ്രയോജനമില്ല. ഈ വചനം പറയുന്ന ഞാൻ എന്നെ തന്നെ കഴുകാൻ, ഞാൻ ഈ വചനം പറയുന്ന ഞാൻ എന്നെ തന്നെ മനസ്സാന്തരത്തിലേക്ക് നയിക്കാൻ, ഞാൻ ക്രിസ്തു എന്ന പോയിന്റിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഞാൻ എഴുതാൻ, ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഞാൻ ഒരു പ്രയോജനമില്ല. ഈ വചനം പറയുന്ന എനിക്കോ വചനം കേൾക്കുന്ന നിങ്ങൾക്കോ ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. വചനം പറയുന്ന എനിക്ക് രൂപാന്തരം വരുന്നില്ലെങ്കിൽ, വചനം കേൾക്കുന്ന നിങ്ങളിൽ രൂപാന്തരം വരുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനം. സാക്ഷ്യം പറയണ്ട. കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയാൻ പറഞ്ഞു. നിങ്ങളെ തന്നെ ഒരു ശോധന ചെയ്തിട്ട് എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ഭാവം ഏതൊക്കെയായിരുന്നെന്ന് എനിക്ക് ബോധ്യം വന്നെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയാം, രൂപാന്തരം പ്രാപിക്കുക. ഇനിമേൽ അത് ചെയ്യരുത്. ആ രൂപാന്തരം ആനുഭൂതികൾ തന്നെയാണ്. രൂപാന്തരം നിമിഷം രൂപാന്തരം നടന്നത്. ക്രിസ്തുവോടെ കാൽവരി ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് കള്ളം പറയുക, നീ രാജാവായിട്ട് വരുന്നു. ആ വെളിപ്പാട് നമ്മൾ വ്യാപരിക്കട്ടെ. ആ വെളിപ്പാട് നമ്മൾ ഓരോരുത്തർ വ്യാപരിക്കട്ടെ. ഒരു കഥാപാത്രത്തിലൂടെ പറയാം. ശീമോൻ പത്രോസ് എടുക്കേണ്ട ക്രൂശാണ്. ശീമോൻ പത്രോസ് എടുക്കേണ്ട ക്രൂശാണ്. പക്ഷെ ശീമോൻ എന്ത് വേഗം അകലം വിട്ടുപോയി. അകലം വിട്ടുപോയി വേറൊരു ശീമോന്, കുറേക്കാരനായ ശീമോൻ. യേശുക്രിസ്തുവിനെ കുരിശടിച്ചു വെക്കുവാൻ കുറേക്കാരനായ ശീമോനെ പട്ടാളക്കാർ നിർബന്ധിച്ചു. You have to do it. നീ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നീ അടിമവീടായ കുറേനയിൽ നിന്ന് വന്നവനാണ്. നീ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്നവനാണ്. നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. നീ അടിമയാണ്. നിർബന്ധം സഹിക്കവയ്യായെ, നിർബന്ധം സഹിക്കവയ്യായെ അവൻ ആ ക്രൂശെടുത്തു നടന്നു. ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. ക്രിസ്തുവിന്റെ രക്തത്തുള്ളികൾ തളിച്ച ക്രൂശെടുത്ത, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ തുള്ളികൾ വീണ ആ ക്രൂശെടുത്ത് ഈ ശീമോൻ, കുറേക്കാരനായ ശീമോൻ എടുത്തു നടന്നു. ക്രിസ്തുവിന്റെ രക്തത്തുള്ളികൾ അവന്റെ ഉമിനീര്, കണ്ണുനീര്, അവന്റെ എല്ലാ വിയർപ്പ് തുള്ളികളെല്ലാം ഈ ക്രൂശിനകത്ത് പറ്റിപ്പിടിച്ചിരുന്നു. ആ ക്രൂശെടുത്ത് ആരെന്ന് പറയൂ, കുറേക്കാരനായ ശീമോൻ എടുത്തു നടന്നു. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇന്ന് 2024 ഡിസംബർ മാസം 29-ാം തീയതി 12:45 1 മണി സമയം വരെ, ഈ സമയം വരെ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നിന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്കിപ്പുറം ഈ ഡിസംബർ 29-ാം തീയതി ഈ 1 മണി വരെ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി എന്നെയും നിങ്ങളെയും
ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു എഴുന്നേറ്റില്ലേ? ഞാൻ ചിന്തിക്കോ, ക്രിസ്തു ആദ്യം പോയി ശിവനെ കണ്ടു കാണും. അതുമല്ല, ശിവനെ കണ്ടു കാണും. എൻ്റെ കഷ്ടത്തിലുണ്ടല്ലോ, ഈ ക്രൂശെടുത്ത് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് വെച്ചു വീടും പോലത്തായിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ക്രൂശെടുത്ത് നടക്കുവാൻ, ആ പച്ചപ്പൈമല കുരിശെടുത്ത് നടക്കുവാൻ നീ ഉണ്ടായിരുന്നു. ക്രിസ്തു കണ്ടു കാണും ശിവൻ. കാരണം എന്താ പറയുക, എനിക്കറിയാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വായിച്ചാണ് റൊണാൾഡോ. എനിക്കറിയാം റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാത്തവരില്ലല്ലോ. അവൻ 13 വയസ്സുള്ള സമയത്ത് ഒരു ബർഗർ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് വെച്ചാൽ ഒരു ബർഗർ കട മുമ്പിൽ നിന്നു. 11 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ നടിച്ചു വരുന്ന തൊഴിലായിട്ട് പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു. കൂലി പണിയൊക്കെ ആയിട്ട് നടന്നത്. അപ്പൊ ബർഗർ കട പോകുന്നതിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോ, എനിക്ക് ഇവിടെ ഒന്നും കിട്ടത്തില്ല, പോകാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഇരിക്കുന്ന എടുത്തു കൊടുക്കുന്ന സ്റ്റാഫ് ഇത് കണ്ടു. അവിടെ എന്ത് പറയുമ്പോൾ അവിടെ പിന്നാമ്പുറത്തോട് വന്നിട്ട് ഒരു ബർഗർ എടുത്തിട്ട് ഇവരെ കൊണ്ടുകൊടുത്തു. റൊണാൾഡോയുടെ കൊണ്ടുകൊടുത്തു. റൊണാൾഡോന് 18 ചെയ്തിരുന്നത്